തോൽവികൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ഇല്ലാതാക്കാറുണ്ടോ? അത് നിരാശയിലേക്കും വിഷാദത്തിലേക്കും നയിക്കാറുണ്ടോ? ഇന്ന് നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. മാറ്റേണ്ടത് നിങ്ങളുടെ ചിന്താഗതിയാണ്. വിജയത്തിൻ്റെ നെറുകയിലെത്താൻ ചിന്തകളെ അല്പമൊന്ന് മോഡിഫൈ ചെയ്താൽ മാത്രം മതി. ഭയത്തിൽ നിന്ന് പുറത്തു കടന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിജയിക്കണമെന്നില്ല. പക്ഷേ അനാവശ്യമായ പരാജയഭീതി പലപ്പോഴും നമ്മുടെ വിജയങ്ങളുടെ വഴിമുടക്കിയാകും. പരാജയഭീതിയാണ് മിക്കവരെയും പരിശ്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എന്ത് ചെയ്യുമ്പോഴും മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓരോ പരാജയവും പാഠങ്ങളായി കരുതണം. എല്ലാ വിജയികളും എപ്പോഴെങ്കിലും തോറ്റിട്ടുള്ളവരാണ്. എങ്ങനെ തോൽവിയിൽ നിന്ന് അവർ വിജയിച്ചുവെന്നത് കണ്ടെത്തുന്നത് നല്ലതാണ്. വിജയത്തിലെത്തിയ ഓരോരുത്തർക്കും അവരുടെ തോൽവിയെക്കുറിച്ച് വ്യത്യസ്ത കാരണങ്ങളായിരിക്കും പറയാനുണ്ടാകുക. അതിലെ ഏതു കാരണമാണ് നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. സ്വപ്നം കാണാൻ എല്ലാവർക്കും കഴിയും. സ്വപ്നത്തിൽ എത്തിയെത്താനുള്ള പദ്ധതികളാണ് പലർക്കും ഇല്ലാത്തത്. നേരിടേണ്ടി വരാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും പരിഗണിക്കണമെന്ന് മാത്രമല്ല, അവ എങ്ങനെ മറികടക്കണമെന്നും ചിന്തിക്കണം. പോസിറ്റീവായ ചിന്തയും ശുഭാപ്തി വിശ്വാസവും കഠിന പരിശ്രമം പോലെ തന്നെ പ്രധാനമാണ്. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കാൻ ശാന്തമായ മനസ്സാണ് മൂലധനം. കാരണം വിജയം ആഘോഷിക്കാനുള്ളതും പരാജയം അപഗ്രഥിക്കാനുള്ളതുമാണ്. സങ്കടവും നിരാശയും പിടിമുറുക്കിയ മനസ്സിന് പരാജയ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. ദീർഘമായി ഒന്ന് നിശ്വസിച്ച് സംഭവിച്ച കാര്യങ്ങളെ വെറുതെ ഒന്ന് ഓർത്തെടുക്കും. അങ്ങനെ റീവെൻഡ് ചെയ്യുമ്പോൾ തന്നെ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിനുള്ള ഉത്തരവും മനസ്സിൽ തെളിയും. നിങ്ങളുടെ ലക്ഷ്യം 80% പക്ഷേ നിങ്ങൾക്ക് ലഭിച്ച 40%. സ്വാഭാവികമായും ചിന്തകൾ ചെന്നെത്തുന്നത് നിങ്ങൾ പരാജയപ്പെട്ടു എന്നതിലായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ വിജയം ആഘോഷിക്കാനുള്ളതാണ്. ഉദ്ദേശിച്ചതിൻ്റെ പകുതിയെ എത്തിയുള്ളൂവെന്ന് കരുതി നിരാശപ്പെടേണ്ടതില്ല. കാരണം അത് മുന്നോട്ട് കുതിക്കാനുള്ള ആവേശത്തെ കുറയ്ക്കും. എല്ലാ പരിശ്രമങ്ങളും ആഘോഷിക്കപ്പെടേണ്ടതാണ്. അത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും. അടുത്ത തവണ ഒരുപടി മുകളിലോട്ട് എങ്ങനെ എത്താമെന്ന് ചിന്തിക്കുക. തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസമാണ് പിന്നീടുള്ള കുതിപ്പിന് ഇന്ധനമാകേണ്ടത്. പിഴവുകൾ സ്വാഭാവികമാണെങ്കിലും പിഴവുകൾ ആവർത്തിക്കുന്ന നല്ല കാര്യമല്ല. അത് പ്രവൃത്തിയിലേക്കുള്ള ആത്മാർത്ഥ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. പരാജയത്തിൽ നിന്ന് പഠിക്കുക, പ്രവർത്തിക്കുക, തിരിച്ചടികളെ നേരിടാൻ പഠിക്കുക. അങ്ങനെയെങ്കിൽ വിജയം കൈപ്പിടിയിൽ ഉദിക്കാം. തോറ്റാലും ജയിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.